കളിക്കളത്തിലെ പ്രഘോഷകൻ. യൂറോപ്പ് ഒരു കാലത്ത് കേട്ടുണർന്ന ശബ്ദം പള്ളിമണികളുടേതാണ്. എന്നാൽ കുറച്ചു കാലമായി ക്രൈസ്തവ വിശ്വാസം വലിയ വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 100ഓളം ദേവാലയങ്ങളാണ് വ്യാപാര കേന്ദ്രങ്ങളോ ബാറുകളോ നിശാ ക്ലബ്ബുകളോ ആയി മാറിയിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ കേന്ദ്രങ്ങളായ ഇറ്റലിയും സ്പെയിനും ഫ്രാൻസും വിശ്വാസത്തിൽ നിന്നും വളരെ പിറകോട്ട് പോയിരിക്കുന്നു. പാപ്പയുടെ ആസ്ഥാനമായ റോം ചേർന്ന് കിടക്കുന്ന ഇറ്റലിയിൽ ദേവാലയത്തിൽ പോകുന്നവരുടെ എണ്ണം 30% കുറഞ്ഞിരിക്കുന്നു. സ്പെയിനിൽ ഇപ്പോൾ മതേതര ജനതയുടെ കാഹളമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. ഫ്രാൻസിൽ മതപരമായ ചിഹ്നങ്ങൾ പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കുന്നത് വിലക്കിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ അമിതമായ പ്രചരണം വഴി വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രാധാന്യം എന്ന തലത്തിൽ യുവതലമുറ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അമിത സ്വാതന്ത്ര്യത്തിൽ എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം എന്ന തരത്തിൽ ജീവിതം ആഘോഷമാക്കുകയാണ്. എന്നാൽ യൂറോപ്പ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി വിഷാദരോഗവും ആത്മഹത്യാ പ്രവണതയുമാണ്. അവിടെയാണ് ജീവിതത്തിൻ്റെ ആഘോഷം എന്തെന്ന് ഒരു കായിക താരം നമുക്ക് കാണിച്ചു തരുന്നത്. പ്രശസ്തിയിലും സമ്പന്നതയിലും ലോകനെറുകയിൽ നിൽക്കുന്ന ലയണൽ മെസ്സി എന്ന ഇതിഹാസം തൻ്റെ വിശ്വാസവും കുടുംബജീവിതവും ലോകത്തിനു മുന്നിൽ എന്നും പ്രഘോഷിക്കുന്നുണ്ട്. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നാണ് അദ്ദേഹം എന്നും ആവർത്തിക്കുന്നത്. ഫ്രാൻസിലായാലും സ്പെയിനിലായാലും ക്ലബിൽ താൻ നേടുന്ന ഓരോ ഗോളിനും ലോകത്തിനു മുൻപിൽ കുരിശ് വരയ്ക്കുകയും ഉന്നതങ്ങളിൽ നോക്കി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. കളിസ്ഥലത്ത് അദ്ദേഹം വചനപ്രഘോഷണമാണ് നടത്തുന്നത്. ചെറുപ്രായത്തിൽ വളർച്ച മുരടിച്ചേക്കാവുന്ന ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ബാധിച്ചെങ്കിലും ബാഴ്സ ക്ലബിലെ ചികിത്സയും പരിശീലനവും അദ്ദേഹത്തെ മൂർച്ചയുള്ളവനാക്കി. ക്ലബിലെ പ്രധാന കളിക്കാരനായ റൊണാൾഡീഞ്ഞോ ഒരു സഹോദരനെ പോലെ ചേർത്ത് പിടിച്ചു. തൻ്റെ ക്ലബ്ബായാലും രാജ്യമായാലും സഹകളിക്കാർക്ക് അവൻ ശാന്തനായ നേതാവാണ്. വിവാഹകാലമായപ്പോൾ തൻ്റെ പേരിനും പെരുമയ്ക്കും ഒപ്പം പോകാതെ റൊസാരിയോയിലെ തൻ്റെ കളിക്കൂട്ടുകാരി ആൻറ്റോണലയെ വിവാഹം ചെയ്തു. ലോകത്തെവിടെയായാലും തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ വിജയം ആഘോഷിക്കുന്ന മെസ്സി ലോകത്തിന് മാതൃകയാണ്. തനിക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ ഒരു വലയം തീർത്ത എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുക അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ്. വീറും വാശിയുമുള്ള കളിക്കളത്തിലെ സൗഹൃദങ്ങൾ പാറമണ്ണിൽ വീണ വിത്ത് പോലെയാണ്. എന്നാൽ മെസ്സി നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30ഉം 60ഉം 100ഉമായി തൻ്റെ സൗഹൃദം വളർത്തുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആരാധകർ ഗോട്ട് എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പങ്കുവയ്പ്പിൻ്റെ പ്രതീകമായാണ് മെസ്സി യുനിസെഫിൻ്റെ അംബാസിഡറായി സ്പെയിനിലെയും അർജൻറ്റീനയിലെയും കുട്ടികൾക്ക് ആശുപത്രിയും വിദ്യാഭ്യാസ സൗകര്യവും ഒരുക്കുന്നത്. തൻ്റെ ലിയോ മെസ്സി ഫൗണ്ടേഷനിലൂടെയും ലോകത്തിലെ കുഞ്ഞുമക്കളെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നു. യൂറോപ്പ് ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരികയായി. കേരളത്തിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അർജൻറ്റീന ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റക്കാരും വൈദികരും കലയും സംഗീതവും സാഹിത്യവുമായി ദൈവത്തെ സ്തുതിച്ചും കൂട്ടം കൂടിയും വീടുകളിൽ പ്രാർത്ഥിച്ചും സന്തോഷത്തിൻ്റെ പുതുവെളിച്ചം പകരുകയാണ്. ഈ തിരിച്ചറിവിൻ്റെ കാലഘട്ടത്തിലാണ് വിവിധ രാജ്യങ്ങളിലെ സംസ്കാരവും വിവിധ ഭാഷകളും ചേർന്ന് തുന്നിയെടുത്ത ഒരു പന്തിന് പിന്നാലെ ജൂൺ 11 മുതൽ ലോകം കുതിക്കാൻ തയ്യാറെടുക്കുന്നത്. 32 രാജ്യങ്ങളിൽ നിന്നും 48 രാജ്യങ്ങളായി പുതിയ അധ്യായത്തിലേക്ക്. മെസ്സി തൻ്റെ കരിയറിലെ അവസാന ലോകകപ്പിലേക്കും. അവൻ മൈതാനത്ത് കാലുകുത്തുന്നത് തൻ്റെ റെക്കോർഡുകളിലേക്കാണ്. ഏറ്റവും കൂടുതൽ ലോകകപ്പുകൾ കളിച്ച താരം തുടങ്ങിയ അനേകം റെക്കോർഡുകൾ. കലയും സംഗീതവും സാഹിത്യവും
യൂറോപ്പിനെ ദൈവപാതയിലേക്ക് നയിക്കുമ്പോൾ അവൻ മൈതാനത്ത് ഈ ലോകത്തിനു മുൻപിൽ ദൈവത്തെ സ്തുതിക്കുകയും ഉന്നതങ്ങളിൽ നോക്കി നന്ദി അർപ്പിക്കുകയും ചെയ്യും. ദൈവം മനുഷ്യന് നൽകിയ എല്ലാ വരദാനങ്ങളും ഉപയോഗിച്ച് അത്യുന്നതന് സ്തുതികൾ അർപ്പിക്കുകയും അവൻ്റെ രാജ്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യാം.